സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞേ? ആര് പറഞ്ഞു? ലാസർ മുതലാളി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണമെന്നും പറഞ്ഞു. അത് നിങ്ങളാണോ? പിടിച്ചില്ല നിനക്ക്? വാങ്ങാനുള്ള സാധനങ്ങളുടെ കാശ് ലിസ്റ്റ് കൊണ്ടാ. അതിപ്പോ ഇന്ന് വേണമെന്നില്ല, നാളെ ആയാലും മതി. നിന്റെ സൗകര്യത്തിന് വാങ്ങിക്കാൻ വേറെ ആളെ നോക്കണം. കാശ് കൊണ്ടാവണമെങ്കിൽ എന്താണ് നിനക്ക് ഇത്ര മടി? ഞാൻ സഹായത്തിന് നിൽക്കുന്ന ഇഷ്ടമല്ലാന്നുണ്ടോ? അപ്പൂട്ടി ആരെയും പറ്റിക്കുകയും പറയുകയൊന്നുമില്ല. ആവശ്യമുണ്ട് ആണുങ്ങളെ പോലെ കാശ് ചോദിച്ചു വാങ്ങിക്കും. മനസ്സിലായടാ? ആശാനെ ഒന്ന് കേറിട്ട് വാ. ഇത്തിരി മരുന്ന് വെച്ചിട്ട് പോവാം. ഓ, മരുന്ന് മാത്രമൊന്നും വേണ്ട. അയ്യോ, ചിലപ്പോ സെപ്റ്റിക് ആയാലോ. വന്നാട്ടെ, ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇതെന്ത് പറ്റിയ ആശാനെ? ഓ, ഒരു കുത്തു കളഞ്ഞതാ. അതേത് വിവരദോഷി അപ്പൂട്ടി ആശാനെ കുത്താൻ? ഒരു മൊണ്ണ. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. അതാ മരുന്നെടുക്ക്. ഇതെന്താടോ? വാറ്റ. ഇതിന്റെ ബിസിനസ് ഉണ്ടോ? അയ്യോ, ഇത് വിൽക്കാനല്ല. ആശാനെ പോലുള്ള VIPs വരുമ്പോ മാത്രമേ പുറത്തെടുക്കൂ. പിന്നെ കടയടച്ച് പോകാൻ നേരത്ത് ഞാൻ ഒരു 2 വീശും. നീറോടോ? ഇതുപോലുള്ള കൊച്ചു കൊച്ചു നീറ്റുമല്ലോ അപ്പൂട്ടി ആശാന്റെ പ്രശ്നമാണോ? നാളെ കരിയും. ലേശം വീശണ. വലിയ ലിസ്റ്റൊക്കെ ആണല്ലോ. അതാ 1.25-ന്റെ. സിഗരറ്റ്, തീപ്പെട്ടി, നീരം, വള, മാല, കൺമഷി, റിബൺ, കരിമണി മാല. ഇത് ശരിയല്ലോ പുട്ടേശനെ. ഏത്? മഹിളകൾക്ക് വേണ്ടി വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം ഇവിടെ ഉള്ളപ്പോ ഈ വക കാര്യങ്ങളോ കൈവെക്കുന്നത് ശരിയല്ല. അല്ല, ഈ ലേഡീസ് ഐറ്റംസ് ഒക്കെ വിട്ടേക്കാം. അല്ല, ഇവിടെ ഉള്ള സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കാൻ നല്ല. എന്തായാലും അത് ഞാൻ ആലോചിച്ചോളാം. തിരക്കില്ല. ഡ്രൈവറും കണ്ടക്ടറും ചായ കൊടുക്കണേ ഉള്ളൂ. പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ നോക്കിയിട്ട് വാങ്ങണമെന്നില്ല. വാങ്ങണമെങ്കിൽ പിന്നെ എന്തിനാ നോക്കണേ? വാങ്ങണമെങ്കിൽ പിന്നെ എന്തിനാ നോക്കണേന്ന്? നോക്കണേന്റെ സുഖം നോക്കണവർക്കല്ലേ അറിയുള്ളൂ, അല്ലേ? ഇത് നോക്കിയാട്ടെ. ഉടനെ പോകും. കേറിക്കട്ടെ മാമ. എങ്ങോട്ടാ? കേറിക്കട്ടെ. വേണ എടുത്ത് വെച്ചോ. എല്ലാം കിട്ടിയോ? കിട്ടിയതൊക്കെ വാങ്ങി. മാലയും വളയൊക്കെ നല്ലത് നോക്കി തന്നെയല്ലേ മേടിച്ചത്? ഓ, അതൊന്നും വാങ്ങിയില്ല. അതെന്താ വാങ്ങായിരുന്നത്? വാങ്ങിയില്ല, അത് തന്നെ. പിന്നെ എന്താ വാങ്ങിയത്? അഴിച്ചു നോക്കാം, അപ്പൊ കാണാം. ബില്ല്. സാധനങ്ങളുമായിട്ടൊന്ന് ഒത്തു നോക്കണ്ടേ? ബാക്കി മണിയോറായിട്ട് വരും. നോക്കി എഴുതണോ? എന്തൊരു കഷ്ടം അത്. എഴുതി കൊടുത്ത സാധനങ്ങൾ വാങ്ങില്ല, ബാക്കി കാശും തരില്ല എന്ന് പറഞ്ഞ. നിന്റെ കണക്കെഴുതി ഇനിയും തീർന്നില്ലേ? തീർന്നു. കച്ചവടം നന്നായി നടക്കണമെന്ന് കേട്ടപ്പോ കുറച്ചെങ്ങും അല്ല ആശ്വാസം. എന്റെ അമ്മേ, വേണമെങ്കിൽ ഇതൊക്കെ പൊതിഞ്ഞ് ശരിയാക്കി വെച്ചോ. ഇനി ഞങ്ങൾക്ക് വയ്യ. ഒരു ദിവസത്തെ കഷ്ടപ്പാടാ. ഞാൻ പറഞ്ഞില്ല കഷ്ടപ്പെടാൻ. പിന്നെ ആരുടെ നിനക്ക് വേണ്ടി കഷ്ടപ്പെടാൻ? നിന്റെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടോ അവിടെ? ആരെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടോന്ന്? അതും കൂടെ കണ്ടിട്ട് വേണം മുത്തച്ഛിക്ക് കണ്ണടയ്ക്കാൻ. കൈകാരങ്ങ് നടത്തുക.
വലിയ തറവാടാണെന്നും പറഞ്ഞ് അന്വേഷിച്ച് ചെല്ലുമ്പോ കുട്ടിയെ കാണാൻ ഭംഗി ഉണ്ടാവില്ല. ഭംഗി നോക്കി ചെന്നാലോ ചുറ്റുപാടും പരിസ്ഥിതി ഒക്കെ മോശമാവും. ആ പത്തായപ്പുരയിലെ ജഡ്ജി ശിവദാസ മേനോന്റെ മരുമകളെ അന്വേഷിച്ചിട്ട് അവർ ഒരു വിവരം അറിയിച്ചില്ലല്ലോടി. അറിയിക്കും, കാത്തിരുന്നോ. എന്റെ അമ്മയെ അവനവന്റെ പരിസ്ഥിതിയും കുറച്ച് നോക്കണ്ടേ? നിന്റെ പരിരസയ്ക്ക് ഇപ്പൊ എന്താടാ ഒരു കുറവ്? ഒരു കുറവുമില്ല. വല്ല കുറവും ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ അതും തീർന്നു. കാശും പണേ കുറവുള്ളൂ, തറവാട്ട് മഹിമ കുറയോ? വിത്തിനും പത്തിനും കൂടെയുള്ള ഏക സന്തതിയാ. അതുകൊണ്ട് ഏത് ദുബായ് ഷേഖിന്റെ മോളെ കല്യാണം ആലോചിച്ച് പോകുന്ന? ആ പോയെന്ന് വരും. സംബന്ധം ആലോചിച്ച് പോകുന്നതേ കക്കാൻ പോകുന്നല്ലോ കുറ്റമൊന്നുമില്ലല്ലോ. എന്നാ മൂന്നാളും കൂടി ആലോചിച്ച് ഉറപ്പിക്ക്. ഞാൻ ഉറങ്ങാൻ പോവാ, കാലത്ത് പീടി ഉറങ്ങാനുള്ള. നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടർ ശങ്കുണ്ണി നായരുടെ മകള് നല്ലോണം വെളുത്തിട്ടാത്രേ. എം എ വരെ പഠിച്ചിട്ടുണ്ടെന്ന്. നമുക്കതൊന്ന് ആലോചിച്ചാലോടി. ഏയ് അതൊന്നും വേണ്ടാമേ. ആ പെണ്ണിന് ഇത്തിരി കോങ്ങണ്ണുണ്ടത്രേ. അയ്യേ, എന്നാ നമുക്ക് വേണ്ട. നമുക്ക് വേണ്ട. മുതലാളി ഒന്ന് കാണായിരുന്നു. ആരാ മനസ്സിലായില്ല. ബ്രൈറ്റ്സ്മെൻസ് ക്ലബ്ബ് ഒരു പെട്ടിപ്പിടി കിട്ടുന്ന. ഓ, ഞാൻ വിളിക്കാം. അകത്തേക്കിരുന്നോളൂ. നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടേ ഇരുന്നോളൂ. വേണ്ട, ഞാൻ നിന്നോളാം. അല്ല, ഇത് കുറച്ച് നന്നാരി സർബത്തും കുറച്ച് എള്ളുണ്ടയാ, വീട്ടിലുണ്ടാക്കിയതാ. എന്താ പടക്ക എന്താ ചമേ? നന്നാരി സർവത്താ. എന്താ കുട്ടി ഇങ്ങോട്ടൊക്കെ? മനപ്രയാസമുള്ളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഇത് വല്ല പള്ളിയോ മറ്റാണോ മനപ്രയാസമുള്ള കാര്യം പറയാൻ രാമൻകുട്ടി? ഇത് എന്റെ ഒരു കൊച്ചു വീടല്ലേ. അല്ല, ഇത് മുതലാളിയോട് മാത്രം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പൂട്ടിയായിട്ട് യോജിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടാ. ഏതപ്പൂട്ടി? കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ മുതലാളി ഏർപ്പാടാക്കി തന്ന. ഓ, അവന്റെ പേര് അപ്പൂട്ടി എന്നാണല്ലേ. അവന്റെ സഹായം ഇല്ലാണ്ട് തനിക്ക് ഇതും വെച്ചോണ്ട് അവിടെ ഒറ്റയ്ക്ക് കച്ചവടം നടത്താൻ പറ്റോടൂ? എഴുതി കൊടുത്ത സാധനങ്ങളൊന്നും വാങ്ങിക്കൊണ്ടു വരില്ല. കാശിന്റെ കണക്ക് ചോദിക്കുമ്പോ ദേഷ്യപ്പെടുകയും ചെയ്യും. താൻ എന്തോടെ ഇവിടെ കിടന്ന് വട്ടപ്പാലം ചിട്ടണേ? നിന്ന് സംസാരിക്കേ. ഞാനിവിടെ ഇരിക്കുന്നു. ആട്ടെ, ഇതൊക്കെ പോട്ടെ, ഇപ്പൊ എന്താ പ്രശ്നം? അപ്പൂട്ടി കുറ്റവും കുറവില്ലാത്ത ആരാ ഉള്ളേ മാധവൻകുട്ടി? കുറച്ചൊക്കെ ക്ഷമിക്കുക, അല്ലാണ്ട് എന്താ ചെയ്യ? മറ്റൊരാളെ ആശ്രയിക്കാതെ കഴിയാൻ പറ്റുമോ കുട്ടിക്ക്? ആ നന്നാരി സർവത്ത് കുടിച്ചിട്ട് എന്റെ ആരോഗ്യം നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ടല്ലോ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതൊക്കെ പരസ്പരം സ്നേഹം കിട്ടാനുള്ള ഒരു കൊച്ചു തന്ത്രം അല്ലേ? അതെന്ന് പറയൂ. ആ തന്ത്രം എന്തു കുട്ടീനെ പറഞ്ഞത്? അയ്യോ, മറന്നു. നാരായണൻകുട്ടി. ആ തന്ത്രം ക്ഷമാപൂർവം ഈ കുട്ടി ആ കുട്ടിയുടെ നേർക്ക് പ്രയോഗിക്കുക. ഫലിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ വേറെ എഴുതി തരാം. മനസ്സിലായോ അച്ചുകുട്ടിക്ക്? നടക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, നടന്നാ വന്നത്. എന്നാ പിന്നെ നിരങ്ങി തന്നെയാണ് പൊക്കോളൂ. അല്ല, പോയിക്കോളൂ. അച്ചാമ്മേ പാവം. വിളിച്ചായിരുന്നോ? പുറത്താരെങ്കിലും വന്ന് ആരാ എന്താന്ന് ചോദിക്കാണ്ട് എന്തിനാ അകത്തേക്ക് കയറ്റി വിടണേ? അച്ഛന് ബുദ്ധിമുട്ടായോ? അച്ചാമ്മയ്ക്ക് ബുദ്ധിമുട്ടായോ? ഇല്ല, എനിക്ക് സ്വല്പം ബുദ്ധിമുട്ടായി. ഇങ്ങടാണോ പോണ്ടേ? അത് ഇങ്ങടാണോ? കൂടിയും കുഴപ്പമാണ്. മഷിയുണ്ടോ? മഷിയോ? ഉണ്ടല്ലോ. അയ്യോ, സോറി.
അറിയാതെ തുറന്നപ്പോ ഒരു പ്രണയകഥയുടെ ദുരന്തം. മഷിപുരന്റെ ജീവിതങ്ങൾ. ഈ ആഴ്ചത്തെ വായിച്ച ഇല്ല. ചാന്ത് പൊട്ട് വള റിബണുകൾ, ചാന്ത് പൊട്ട് വള റിബണുകൾ, മാക്സികൾ, ബഹുവർണ്ണ മാക്സികൾ, കംപ്ലീറ്റ് ലേഡീസ് ഐറ്റംസ്, മിക്സിയിൽ അടിച്ചെടുത്ത ശീതളപാനീയങ്ങൾ, മുന്തിരി ജ്യൂസ്. ഇപ്പൊ അരി വെക്കും, ഇപ്പൊ അരി വെക്കും. ടീച്ചർ മഷിക്കട പോയോ? അലക്കി നോക്കിയില്ല. ഉടനെ ഇത്തിരി ചുണ്ണാമ്പ് പുരട്ടിയാൽ മതിയായിരുന്നു. അപ്പൊ ഇത്തിരി ചുമക്കുന്നുള്ളൂ, പിന്നീട് അലക്കുമ്പോ പോവുകയും ചെയ്യും. നല്ല ശീലം ഉണ്ടെന്ന് തോന്നുന്നു. എന്ത്? അല്ല, സാരിയിൽ മഷി ഒഴിച്ചിട്ടേ. എനിക്ക് ആദ്യമായിട്ട് പറ്റിയത് അബദ്ധ, ക്ഷമിക്കണോട്ടോ. ക്ഷമിച്ചാലില്ലെങ്കിലും ചീത്തയായത് എന്റെ സാരിയല്ലേ. എന്താ ശാനത്, കുറെ നേരം ആയല്ലോ. ഇന്നലത്തെ ബാക്കി ഇരുന്നോട്ടെ. പേനയിൽ വീണത് സാരിയിൽ വീണതും എല്ലാം ചേർത്ത് 1 രൂപയായി കാണുമല്ലോ. എന്താ ശ്രീദേവി ടീച്ചർ പറയണത്? അല്ല, കട തുടങ്ങിയിട്ടേ ഉള്ളൂ. നന്നാവാനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല എന്ന് പറയായിരുന്നു. ഇയാള് നന്നാവും. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇയാള് നന്നായിക്കൊള്ളും. ആ കുമാറിന് പ്രാന്താണ് മോനെ, നീ മുറുക്കാൻ എടുക്ക. ചില്ലറ വൈകുന്നേരം വാങ്ങിച്ചോളാം. അപ്പൊ കുമാരൻ പറയണത് ശരി തന്നെയാണ്. എന്ത്? അല്ല, കുമാരൻ പറയാണ് കാലത്തും വൈകിട്ടും നാരായണൻകുട്ടിയുടെ കടയില് ഹാജർ വെച്ചിട്ടേ ശ്രീദേവി ടീച്ചർ പോവുള്ളൂ എന്ന്. ഇല്ലാത്തൊന്നും പറഞ്ഞു പരത്തില്ലല്ലോ ചെട്ടിയാറെ. നാണം പറഞ്ഞുണ്ട്, നാണം പറഞ്ഞുണ്ട്. മഷിക്കട വേണം, വരുന്നുണ്ട്. വേണോ? വേണ്ടപ്പോ പറയാം. ഈ ലാസർ പോലെ കഴിക്കുന്നത് എന്നെ പറ്റി പരാതി പറഞ്ഞാൽ വിളി വന്നു കഴിച്ചോടാ. നിന്റെ അമ്മ
എന്തേ നിർത്തിയത്? എത്ര കാലായി അമ്മ എന്റെ കുട്ടി ഇതൊന്ന് വായിക്കുന്ന കേട്ടിട്ട്. വന്ദേ മാതരം. ബ്രൈറ്റ്മെൻസ് ക്ലബിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ ഇതാ ആരംഭിക്കാൻ പോകുകയാണ്. ബ്രൈറ്റ്മെൻസ് ക്ലബിന്റെ നെടുന്തൂണായ ലാസർ മുതലാളി ഇപ്പോൾ ഇതാ നിങ്ങളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. കലാകായികളും പാലക്കാട് നിവാസികളും ബ്രൈറ്റ്മെൻ സംഘങ്ങളും ഞാൻ പറഞ്ഞത് അല്ല പ്രഖ്യാപിച്ചത് ഒട്ടും അതിശോചനീയമെന്ന് നിങ്ങൾക്ക് നമുക്കാണ് നിങ്ങൾക്ക് വേറെ മത്സരങ്ങൾ മത്സരങ്ങൾ മത്സരങ്ങൾ. പങ്കെടുക്കുന്നവരെ പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. ഒരു ചെറിയ ടീസ്പൂണിൽ ചെറുനാരയുമായി ഇതാ 5-6 വനിതകൾ മത്സരിക്കാൻ തയ്യാറായി കാത്തു നിൽക്കുകയാണ്. ഇതാ ഓരോരുത്തരും ശക്തമായി മുന്നേറുകയാണ്. എല്ലാവരും ജയിക്കുന്ന ലക്ഷണമാണ്. മിസിസ് മേനോൻ മുന്നിലുണ്ട്. മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അല്ല, മിസിസ് മേനോൻ കീഴോട്ട് പോയി. ഇപ്പോൾ ജയിച്ചിരിക്കുന്നത് ജയമയാണ്. പരാജയം ദുഃഖിക്കേണ്ട കാര്യമില്ല. ഇനി മത്സരങ്ങൾ അവരെ കാത്തിരിക്കുന്നു. ലാസർ മുതലാളി, റൊമാൻസ് കുമാരൻ എന്നിവർ നിങ്ങളുടെ മുന്നിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ശക്തമായി മുന്നേറുകയാണ്. ഇതാ ലാസർ മുതലാളി ഓടിക്കൊണ്ടിരിക്കുന്നു. നിലംപതിച്ചു. ചെരിഞ്ഞാണ് വീണത്. റൊമാൻസ് കുമാരൻ ജയിച്ചിരിക്കുന്നു. വീണിടം വിദ്യാക്കാരുടെ ലാസർ മുതലാളിയുടെ കഴിവിനെ ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. വിജയായ റൊമാൻസ് കുമാരനെ ഒരു നാരങ്ങ വിട്ടാണെങ്കിൽ അടുത്തതായി 2 മല്ലന്മാർ തമ്മിലുള്ള മൽപ്പിടുത്ത മത്സരം. കണ്ണുകെട്ടിയാണെങ്കിലും അവരുടെ ചലനങ്ങൾ നിങ്ങൾ വീക്ഷിക്കുക. പരസ്പരം കാണാൻ വയ്യെങ്കിലും അവരുടെ മത്സരം പരസ്പരം കാലുവാരാൻ ശ്രമിക്കുകയാണ്. എവിടെ എവിടെ അയ്യോ ഇമവെട്ടാ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ഇമവെട്ടാ മത്സരം. പങ്കെടുക്കുന്നവർ സർവശ്രീ ലാസർ മുതലാളി, മിസ്സിസ് മേനോൻ, റൊമാൻസ് കുമാരൻ, ചട്ടുകാരൻ നാരായണൻകുട്ടി, വികലാംഗൻ നാരായണൻകുട്ടി. എന്താണ് ഈ ഇമവെട്ടാ മത്സരം? ഇമവെട്ടാ മത്സരം എന്താണെന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താ എനിക്കറിയില്ലേ? അറിയാം. എന്നാ പിന്നെ നോക്കണ കുറഞ്ഞ ഈ ഇമവെട്ടാ മത്സരം എന്ന് വെച്ചാൽ ഇമവെട്ടാതെ കൂടുതൽ നേരം കണ്ണ് തുറപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് കണ്ണട ഇനാമായി നൽകുന്നതാണ്. ഇമവെട്ടാ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. ലാസർ മുതലാളി, അതെ, നമ്മുടെ അജന്തനായ ലാസർ മുതലാളി തന്റെ തുറുകണ്ണുകൾ തുറപ്പിച്ചു വെച്ചുകൊണ്ട് കണ്ണുകൾ അടയ്ക്കാതെ ഇമവെട്ടാതെ മത്സരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മിസ്സിസ് മേനോൻ, നയന മനോഹരിയായ മിസ്സിസ് മേനോൻ തന്റെ നീല നയനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ റൊമാൻസ് കുമാരൻ, അദ്ദേഹത്തിന്റെ പ്രേമപൂർവ്വമുള്ള കണ്ണുകൾ നമ്മളെ നോട്ടം കണ്ടാലറിയാം അദ്ദേഹം തന്നെ ഇതിൽ ജയിക്കും. ഇതാ നാരായണൻകുട്ടി, അതിമനോഹരനായ നാരായണൻകുട്ടിയുടെ കണ്ണുകൾ അനങ്ങാതിരിക്കുന്ന സുഹൃത്തുക്കളെ. ഇതാ മിസ്സിസ് മേനോൻ, ഇതാ മിസ്സിസ് മേനോൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ശ്വാസം പോലും അടക്കി പിടിച്ചുകൊണ്ട് നീണ്ടു നിൽക്കുന്ന ഈ മത്സരം എത്ര ദിവസം നീണ്ടു നിൽക്കും എന്ന് പറയാൻ ഒക്കുകയില്ല. മിസ്സിസ് മേനോൻ തിരുവരുന്നുണ്ടെങ്കിലും അതെല്ലാം അടക്കി പിടിച്ചുകൊണ്ട് സുന്ദരിയായ മിസ്സിസ് മേനോൻ തന്റെ നീല നയനങ്ങൾ നമ്മളെ ആകർഷിച്ചുകൊണ്ട് മത്സരിക്കുകയാണ് സുഹൃത്തുക്കളെ. മിസ്സിസ്
പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം മുന്നേറുകയാണ് സുഹൃത്തുക്കളെ. പ്രേമോദാത്തമായ കണ്ണുകളുമായി ഇതാ റൊമാൻസ് കുമാരൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടും പുറകില്ലാതെ മിസ്റ്റർ നാരായണൻകുട്ടി തന്റെ സുന്ദരമായ കണ്ണുകൾ തുറപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അചഞ്ചലമായി മത്സരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ലാസർ മുതലാളി കണ്ണുകൾ കരയല്ല സുഹൃത്തുക്കളെ, കരയല്ല. പിരിമുറുക്കം, മാനസികമായ പിരിമുറുക്കം വരുമ്പോൾ കണ്ണുകൾ ജലാശയങ്ങളാകുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വഭാവവിശേഷം മാത്രമാണ് സുഹൃത്തുക്കളെ. കരയാണെങ്കിൽ കരയണി വിവരം പറയട്ടോ. കണ്ണീറ്റവും കരയണോ? കരയല്ല. അത് പറ. കണ്ണീറ്റ കണ്ണ് കൊങ്ങണ്ടായി പോവും. ഞാൻ കരയല്ല. അത് പറ, സത്യം പറ. അമ്മ സത്യമായിട്ട് നേര് പറയണം. ഈ കണ്ണീറ്റായി പോവും. കരയണി വിവരം പറയട്ടെ. അദ്ദേഹം ധൈര്യപൂർവ്വം വാങ്ങിയതാണ്. അതെ, അതാ മത്സരം തുടരുകയാണ് സുഹൃത്തുക്കളെ. നാരായണൻകുട്ടിയും റൊമാൻസ് കുമാരനും മാത്രമാണ് ഗോദായിൽ ബാക്കി. അതെ, നാരായണൻകുട്ടിക്ക് കാലിന് വൈകല്യമുണ്ടെങ്കിലും കണ്ണിനൊരു വൈകല്യവുമില്ല സുഹൃത്തുക്കളെ. ഒപ്പം റൊമാൻസ് കുമാരനും അദ്ദേഹം മത്സരിക്കുകയാണ് സുഹൃത്തുക്കളെ. അദ്ദേഹം റൊമാൻസ് കുമാരനും പുറത്തേക്ക് പോകാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അദ്ദേഹം ഔട്ടായി. റൊമാൻസ് കുമാർ ഔട്ടായിട്ടും ഒന്നാമനായി പ്രഖ്യാപനം കഴിഞ്ഞുവെങ്കിലും അതേ കണ്ണുകൾ മിസൈലുകളെ പോലെ തുറപ്പിച്ചു വെച്ചുകൊണ്ട് കരയുദ്ധം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ മിസ്റ്റർ നാരായണൻകുട്ടി. തന്റെ സുന്ദരമായ നാണയങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഒരേ പോയിന്റിലേക്ക് നോക്കി മിസ്മറിസമോ ഹിപ്നോട്ടിസമോ